അപ്പോൾ നമുക്ക് ഇനി ഒരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഈവൻ പൊറോട്ടയുടെ കൂടെ പോലൂടെ ഈ ഒരു കറി അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ഒരു ചെമ്മീനാണ് കേട്ടോ. ഇതിനുള്ളിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് 1.5 ടീസ്പൂണോളം ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും, എരിവിന് ആവശ്യമായിട്ട് ഞാൻ ഇത്രയേ ഉള്ളൂ, കുരുമുളക് പൊടിയും ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തതും, പിന്നെ കുറച്ച് ഉപ്പും, അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്താണ് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കത് ഇതേപോലെ മിക്സ് ചെയ്ത് എല്ലാ ചെമ്മീനിലേക്കും ഒന്ന് പിടിപ്പിച്ചിട്ട് ഒരു 1 ഹവറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴാണ് ഇതൊക്കെ നന്നായിട്ട് ആ ചെമ്മീനിലേക്ക് പിടിച്ചു വരിക. പിന്നെ ഒരു പാൻ ചൂടായി വരുമ്പോഴേക്കും അതിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണയൊക്കെ ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട, ഒരു ഷാലോ ഫ്രൈ. അതായത് നമ്മൾക്ക് ഈ ഒരു ചെമ്മീൻ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ സൈഡിൽ അതായത് നമ്മൾ അതിൻ്റെ വെയിൻ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിൽ ആ ഒരു സ്കിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒരു ഡബിൾ സൈഡിലോട്ട് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന ഒരു ഇതിൽ പോലെ വരും. നിങ്ങൾക്കിതിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു പാകമാകുമ്പോഴേക്കും നിങ്ങൾ മറിച്ചിടുക. അങ്ങനെ 2 സൈഡും ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് എടുത്തു, ഇതേപോലെ സെക്കൻഡ് ബാച്ച് ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കി കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, ഇവിടെ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയാണ് കേട്ടോ നന്നായിട്ട് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ ഒരു ഹാഫല്ല, ഒരു 1/4 ഭാഗത്തോളം സബോളയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയുടെ മിക്സൊക്കെ പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓർക്കുക, നമ്മൾ ചെമ്മീനിലേക്ക് ആവശ്യത്തിലധികം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് കൂടി പോകാനായിട്ട് ഇടയാവരുത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു മിക്സ് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് 2ആയിട്ട് വേണം. ചെമ്മീനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പഴുത്ത തക്കാളി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്നോടം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ചെമ്മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ ഫിഷ് മസാല, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ പൊടികളുടെ മണവും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുകയാണ്. ആ ഒരു സമയത്തും ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പൊടികളൊക്കെ മൂത്ത് ആ പൊടികളുടെ മണമൊക്കെ മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കും. ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിനുള്ളിലേക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെമ്മീൻ കിടന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ ഈ ഒരു കറിയിലേക്ക് ആവണം. അപ്പോൾ ഇത് ആ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്താണ് നിങ്ങൾ ഒരു പിടിയോളം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ആഡ് ചെയ്യേണ്ട, പക്ഷേ ഈ ഒരു ഫ്ലേവർ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ടാണ് സഹായിക്കുന്നത്. ഇത് വന്നിട്ട് പുതിന ഇലയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പുതിന ഇലയും കൂടെ ഇതിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പുതിനയിലയും മല്ലിയിലൊക്കെ വരുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചും കൂടെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീ ഓഫ് ചെയ്ത് ഈ ഒരു കറി വാങ്ങി വെക്കാവുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് എരിവ് കൂടിയാലും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇപ്പോൾ എരിവൊക്കെ കറക്റ്റ് പാകത്തിലാണ്. പിന്നെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
അടിപൊളിയായിട്ട് നമ്മൾക്ക് ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ പുതിനയിലയുടെയും മല്ലിയിലയുടെയും ഈ ഒരു കെച്ചപ്പും ഒക്കെ ആഡ് ചെയ്തപ്പോൾ നല്ലൊരു ഫ്ലേവറും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.